അങ്ങനെ നമ്മുടെ ഫൈനൽ SSLC എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബയോളജി എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് എന്ന് മിസ് കരുതുന്നു. കാരണം നമ്മൾ ഇന്നലെ നമ്മുടെ ലൈവിലൊക്കെ ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുട്ടികൾക്ക് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വെക്കേഷൻ മിസ് വിഷ് ചെയ്യാണ്. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടും നല്ല എൻജോയബിൾ ആയിട്ടും ഒരു സമാധാനത്തോടെയുള്ള ഒരു വെക്കേഷൻ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആൻഡ് വെക്കേഷനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് ഇന്നതേ വൈകിട്ട് 7 PM നമ്മുടെ നെക്സ്റ്റ് ഇയർ ബാച്ച്, നമ്മുടെ അഗ്നി ബാച്ചിന്റെ ലോഞ്ച് എന്റെ കുട്ടികൾ മിസ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എന്തായാലും +1 പഠിക്കും. അപ്പൊ +1നെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ടാവും. അത് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മിസ് ഇതാ നിങ്ങൾക്ക് ഒരു 1 മാർക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു 3-4 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ DNA ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മിസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുമെന്നുള്ളത്. അപ്പൊ നമ്മുടെ DNA കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ഷുഗർ നൈട്രജൻ ബേസ് ഫോസ്ഫേറ്റ്. കാരണം ഇവിടെ സിംഗിൾ DNA ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് വരില്ല, 2 നൈട്രജൻ ബേസ് എന്ന് പറയുന്ന കാര്യം വരില്ല. കാരണം സിംഗിൾ സ്ട്രാൻഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അനലൈസ് ദ പ്രോസസ് ഓഫ് ടേസ്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് ചൂസ് ദ കറക്റ്റ്. ഇന്നലെ നമ്മുടെ സ്മെല്ലിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നിങ്ങൾക്ക് ടേസ്റ്റിന്റെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അത് പക്ഷെ 1 മാർക്കിനാണ് വന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ സബ്സ്റ്റൻസ് എവിടെ ഡിസോൾവ് ചെയ്യും, നമ്മുടെ സെലൈവയിൽ ഡിസോൾവ് ചെയ്യും. അതിനുശേഷം അത് നമ്മുടെ എവിടെ എത്തണം, നമ്മുടെ മൈന്യൂട്ട് പോഴ്സ് ഓൺ പാപ്പില്ല, പാപ്പില്ലയുടെ മുകളിലുള്ള സ്മോൾ പോഴ്സിലൂടെ നമ്മുടെ കീമോ റിസെപ്റ്റേഴ്സിൽ എത്തണം. ാണ് എന്തുണ്ടാവുന്നത്, ഇമ്പൾസസ് ഉണ്ടാവുന്നത്. സോ ആദ്യം 1 ഇതാണ്, 2 4 ആണ്, പിന്നെ 3 പിന്നെ 2. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ജീൻ തെറാപ്പി യൂസിങ് സ്റ്റെം സെൽസ് വൈറസ് മെയിൻലി യൂസ്ഡ് ആസ് വെക്ടേഴ്സ്. വൈറസിന് എന്തിനാണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ആക്റ്റീവ് ജീനിനെ നമ്മുടെ സ്റ്റെം സെൽസിലേക്ക് റിട്ടേൺ ചെയ്യാനാണ്. അപ്പൊ ഏത് വൈറസ് ആണ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓപ്ഷൻ എ, ഹെൽപ്പ് ഇൻ ഇൻസേർട്ടിംഗ് ദ ആക്റ്റീവ് ജീൻ ഇൻ ടു സ്റ്റെം സെൽസ് അല്ലെ, ഡെസ്ട്രോയ് ചെയ്യാനല്ല, നമ്പർ ഓഫ് സ്റ്റെം സെൽസ് ഇൻക്രീസ് ചെയ്യാനല്ല, കൺവേർട്ട് ചെയ്യാനല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു 2 മാർക്സിന്റെ ആണ്. ബയോ റെമഡിയേഷനും ക്രയോ പ്രിസർവേഷനെയും കുറിച്ചിട്ട് എഴുതാനാണ്, അഡ്വാൻറ്റേജസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് അതിന്റെ യൂസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇന്നലെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത സമയത്ത് ഏതൊരു കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. അപ്പൊ ബയോ റെമഡിയേഷൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലിവിങ് സെൽസും ടിഷ്യൂസും ഓർഗൻസ് ഒക്കെ നമ്മൾ ലോങ് ടേമിൽ പ്രിസർവ് ചെയ്യാനും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, ഓക്കെ, റിസർച്ച് ആക്ടിവിറ്റീസിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിലൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഈ ബയോ റെമഡിയേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെയും പ്ലാന്റ്സിനെയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിനെ, എയർ വാട്ടർ സോയിൽ പൊല്യൂട്ടൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി മാറ്റാൻ പറ്റും, ഹാംലെസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ പറ്റും. ഹാംലെസ് പ്രൊഡക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബയോ റെമഡിയേഷൻ. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം മാത്രം നമ്മളൊരു ചോദ്യമായിട്ട് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ, ഏത് ടൈപ്പ് ഓഫ് പാത്തജൻ ആണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് ഡെസ്ട്രോയ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതാണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പാത്തജൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ബാക്ടീരിയ ആണ്. ബാക്ടീരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആന്റിബയോട്ടിക്സ് വെച്ച് ഡെസ്ട്രോയ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കി പറഞ്ഞു, നമ്മളിപ്പം ആന്റി പ്രോട്ടോസോവൽ, ആന്റി പൈററ്റിക്സ്, ആന്റി വൈറൽ ഒക്കെ എന്തിനാന്ന് പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയനെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് വെച്ച് ഡെസ്ട്രോയ് ചെയ്യുക. ഇനി വൈ ഈസ് സ്റ്റോപ്പിംഗ് ദ കോഴ്സ് ടു ഏർലി ഈസ് കൺസിഡർഡ് ആസ് എ മേജർ കൺസേൺ. അപ്പൊ നമ്മൾ പറയാറുണ്ട് ആന്റിബയോട്ടിക്സിന്റെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, നേരത്തെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഉപയോഗിക്കാനും പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, എല്ലാ ബാക്ടീരിയനെയും കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ബാക്ടീരിയകളായിരിക്കും ആദ്യം നശിക്കുക, സ്ട്രോങ്ങർ വൺസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പകുതി വെച്ചത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബാക്ടീരിയകൾ, ആ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. കാരണം കംപ്ലീറ്റ് എലിമിനേഷൻ നടക്കാത്തത് കൊണ്ട് അവരെന്താവും, ഈ ആന്റിബയോട്ടിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അതാണ് നമ്മുടെ മേജർ കൺസേൺ.
ഈ ആന്റിബയോട്ടിക്സ് കൊണ്ടുള്ള ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നലെ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുള്ളത്. ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം ഐഡന്റിഫൈ ദ DNA ഇൻടു വിച്ച് ദ കട്ട് ഹ്യൂമൻ ജീൻ ഇസ് ലിഗേറ്റഡ്. അപ്പൊ നമ്മുടെ കട്ട് ചെയ്ത ഹ്യൂമൻ ജീന് നമ്മൾ ഏതിലാണ് ലിഗേറ്റ് ചെയ്തത്? പ്ലാസ്മിഡിലേക്കാണ്. ഇനി വാട്ട് ഹാപ്പൻ വെൻ എക്സ് ഇസ് ഇൻസേർട്ടഡ് ഇൻടു ദ ഹോസ്റ്റ് സെൽ? അതായത് എക്സ് എന്ന് പറഞ്ഞാൽ റീകോമ്പിനന്റ് DNA. ഈ റീകോമ്പിനന്റ് DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഒരു ജീൻ അവിടെ ആക്റ്റീവ് ആകും, നമുക്ക് ഡിസയേർഡ് പ്രൊഡക്റ്റ് കിട്ടും. സിമ്പിൾ. അതിനാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ CRISPR-Cas9ന്റെ പിക്ചർ തന്നില്ല എന്നേ ഉള്ളൂ. ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസിലും ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ്. ഗൈഡ് RNA-യുടെയും Cas9ന്റെയും റോൾ നമ്മൾ രണ്ടും ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈഡ് RNA-യുടെയും Cas9ന്റെയും റോൾ. ഗൈഡ് RNA എന്ത് ചെയ്യും? ആ ഒരു ടാർഗറ്റഡ് DNA-നെ ഐഡന്റിഫൈ ചെയ്യും. Cas9 ആ ഭാഗം കട്ട് ചെയ്യും. ഇനി ഹൗ ഡസ് CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് ഹെൽപ്പ് ഇൻ ചേഞ്ചസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം? ഒരു ജീവിയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റാണ് വരുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യാനും പുതിയ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഐഡന്റിഫൈ ദ ഫിഗർ റിലേറ്റഡ് ടു ക്ലിയർ വിഷൻ ഇൻ ഡിം ലൈറ്റ്. അപ്പൊ അതേ ഡിം ലൈറ്റിലാവുമ്പോ എന്താണ്? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് വലുതായിരിക്കും. അപ്പൊ ഇവിടെ പ്യൂപ്പിളിന്റെ സൈസ് വലുതായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഇനി ഏത് മസിൽ ആയിരിക്കും ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യല്. റേഡിയൽ പേശികൾ വലിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്യൂപ്പിളിന്റെ സൈസ് വലുതാവുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ എ വൂണ്ട് occurs several processes that help in blood clotting is initiated. Which enzyme initiate these reaction? അപ്പൊ ആദ്യം ഉണ്ടാവുന്ന എൻസൈം ആരാണ്? നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഡീജനറേറ്റ് ചെയ്തിട്ട്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ദ ആക്ടിവിറ്റി ഓഫ് ദിസ് എൻസൈം ഹെൽപ്പ് ഇൻ ക്ലോട്ടിംഗ് എൻസൈം. അപ്പൊ ഈ എൻസൈമിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. അതേ തുടർന്നുണ്ടാവുന്ന ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കും. ഫൈബ്രിൻ ഫൈബേഴ്സും RBCയും ചേർന്നിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ്. ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സെയിം ഡയഗ്രാം ഇന്നലത്തെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, എക്സാക്ട് ക്വസ്റ്റ്യൻ, നോ ചേഞ്ച്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ മോളിക്യൂൾ ലേബിൾഡ് എക്സ്. ഇവിടെ നമ്മളോട് ഏതാണ് ആ മോളിക്യൂൾ എക്സ്? ഏതാണ്? നമ്മുടെ mRNA ആണ്. ഇനി മെൻഷൻ ദ റോൾ ഓഫ് ദിസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ എക്സിന്റെ പ്രാധാന്യം എന്ത്? എക്സ് എന്ത് ചെയ്യുന്നു? ക്യാരി മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. DNA-യുടെ മെസ്സേജ് ക്യാരി ചെയ്തു വരുന്നു പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇതേപോലത്തെ ഈ ടോളും റൗണ്ടും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവില്. അതേപോലെ തന്നെ ഈ ജസ്റ്റ് ഈ റൗണ്ടിന് പകരം നമ്മൾ ടോളും പർപ്പിളും വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് F1. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോളും റൗണ്ടും ഡ്വാഫും റിങ്കിൾഡും ആണ്. F1 ജനറേഷൻ ആകുമ്പോൾ ഡോമിനന്റ് ക്യാരക്ടർ ആണ് വരിക. അപ്പൊ ടോളും റൗണ്ടും ആണ് നമ്മുടെ F1 ജനറേഷനിൽ കിട്ടുക. ഇനി അടുത്തത് നമ്മുടെ F2 ജനറേഷന്റെ ഫീനോടൈപ്പുകൾ. നമുക്കറിയാം 2 എണ്ണം പാരന്റ്സിന്റെ അതേ ക്യാരക്ടേഴ്സും 2 എണ്ണം നമുക്ക് വേരിയന്റ് ക്യാരക്ടേഴ്സും കിട്ടും. ടോളും റൗണ്ടും, ടോളും ഡ്വാഫും, അതുപോലെ തന്നെ ഡ്വാഫും റൗണ്ടും, ഡ്വാഫും റിങ്കിൾഡും. റെഡി? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 4 എണ്ണം നമ്മൾ നമ്മുടെ ക്ലാസ് എടുത്ത സമയത്ത് ഈ 4 എണ്ണത്തിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താ ചോദ്യത്തില്? ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ബേസ്ഡ് ഓൺ ദ ഹിൻസ് എക്സ്പ്ലെയിൻ ദർ ആർ വേരിയസ് സിറ്റുവേഷൻസ് വിച്ച് ഡിഫർ ഫ്രം ഗ്രിഗേഴ്സ് മെന്റൽ ഹൈപ്പോത്തസിസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ അലലിസത്തിന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു അല്ലെ, ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ സ്കിൻ കളർ ആണെന്നുണ്ടെങ്കിൽ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ്. അതേപോലെ തന്നെ അന്നത്തെ അതേ ദിവസം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറെ ക്വസ്റ്റൻ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെയും കോ ഡോമിനൻസിന്റെയും വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ 4 o'clock പ്ലാന്റിൽ എന്ത് സംഭവിച്ചു? ഡോമിനന്റ് ട്രേറ്റിന് റെസസൽ ട്രേറ്റിന് ഫുള്ളി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താണ്? ഒരു മിക്സഡ് ട്രേറ്റ് ആണ് വന്നത്. ഈ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ റോൺ കോഡ് പാറ്റേൺ ആണ്. കാറ്റിൽസിലും ഹോസസിലും ഒക്കെ എന്താ സംഭവിച്ചത്? 2 എലീൽസ് ഒരേ സമയം പുറത്തേക്ക് എക്സ്പ്രസ് ആയി. ഇനി പോളിജെനിക് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ ആണ്. ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ്. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ പിക്ചർ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ പിക്ചർ ഒക്കെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്.
ഒരാൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അതുപോലെ തന്നെ ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നു. ബ്ലഡ് എക്സാമിനേഷനിൽ മനസ്സിലായി റെഡ് ബ്ലഡ് സെൽസ് എന്ത് ഷേപ്പായി, സിക്കിൾ ഷേപ്പായി. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റീസൺ ഫോർ ദിസ് ഡിസീസ്. അപ്പൊ ഇത് സിക്കിൾ ഷേപ്പ് ആവാനുള്ള കാരണം ജനറ്റിക് ഡിഫക്റ്റ് ആണ്. അതായത് ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഡിഫക്റ്റ് ആയി. ഇനി എന്തൊക്കെ തകരാറുകളാണ് സംഭവിക്കുക? സെയിം ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദിസ് കണ്ടീഷൻ എഫക്ട് ആ ബോഡി? എന്തൊക്കെയാ സംഭവിക്കുക? സിക്കിൾ ഷേപ്ഡ് RBC ബ്ലഡ് കാപ്പിലറീസ് ബ്ലോക്ക് ആകും, പിന്നെ ഓക്സിജന്റെ ക്യാരിങ് കപ്പാസിറ്റി കുറയും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതും നമ്മൾ ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ പിക്ചർ വെച്ചില്ല എന്നേ ഉള്ളൂ. നോക്കിക്കേ, നോർമൽ സെൽസ് എന്തായിട്ട് മാറാണ്? ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് മാസ് ആയിട്ട് മാറാണ്. ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ക്യാൻസർ ആണ്. ഇനി എന്തൊക്കെയാണ് ഇത് ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് പറഞ്ഞപ്പോൾ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, ജനറ്റിക് ചേഞ്ചസ് ആകാം, വൈറസ് ആകാം, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ആകാം. ഇനി മെൻഷൻ എനി 2 ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, സർജറി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതല്ലെങ്കിൽ നമ്മുടെ ആ ചെവിയുടെ രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ റീഡ്രോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. നമ്മൾ റീഡ്രോയിങ് ഡയഗ്രാം തന്നെയാണ് നമ്മളും ചെയ്തിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് ദ പാർട്ട് ദാറ്റ് അലൗ ലൈറ്റ് ടു എൻറ്റർ ദ ഐ. സർ നമ്മുടെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടേബിൾ വെച്ചിട്ട് ഇത് നിങ്ങൾ പഠിക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളോട് ഭാഗം അടയാളപ്പെടുത്താൻ പറയുന്നുള്ളത്. അപ്പൊ കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റിനെ എൻറ്റർ ചെയ്യാൻ സമ്മതിക്കുന്നത് നമ്മുടെ കോർണിയ. ഇവിടെ മിസ് ABC മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സീലിയറി മസിൽസ് ദ ബി. പിന്നെ നമ്മുടെ പാർട്ട് വെയർ കോൺ സെൽസ് ആർ അബണ്ടന്റ്. ഈ ഭാഗം നോക്കിക്കേ, ഇവിടെ ഒരു ഡിപ്രഷൻ കാണുന്നില്ലേ മക്കളെ? ഇവിടെ ഒരു ഡിപ്രഷൻ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ യെല്ലോ സ്പോട്ട്, പീതബിന്ദു. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ക്ലിയർ വിഷൻ കാണും. ഓക്കെ, ഇനി നമ്മളതാ ചെവി. ഓക്കെ, ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് X and Y. X സെമി സർക്കുലർ കനാലും Y നമ്മുടെ കോക്ലിയും. ഇനി വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ഹെഡ് ഇൻ X? റൊട്ടേഷണൽ മൂവ്മെന്റ് എന്തിനാണ് കാരണമാവുക മക്കളെ? ഹെഡ് ഇൻ X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ X എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ കനാലാണ്. റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ മൂവ്മെന്റ് എന്ത് ചെയ്യും? എൻഡോലിംഫിന് മൂവ് ചെയ്യാൻ കാരണമാവും. അത് ഹെയർ സെൽസ് മൂവ് ചെയ്യും, ഇമ്പൾസസ് ഉണ്ടാകും, വെസ്റ്റിബുലാർ നെർവ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി മൂവ്മെന്റ് ഓഫ് ഹെയർ സെല്ലിന് നമ്മുടെ അടുത്തത് റൈറ്റ് ദ പ്രോസസ് ഓഫ് Y ഇൻ ഹിയറിംഗ്. Y എന്ന് പറഞ്ഞാൽ കോക്ലിയാണ്. അപ്പൊ മൂവ്മെന്റ് ഓഫ് ഹെയർ സെൽസ് ഇൻ ഓർഗൻ ഓഫ് കോട്ടി. കോക്ലിയന്റെ അകത്താണ് ഓർഗൻ ഓഫ് കോട്ടി. അപ്പം ഇമ്പൾസസ് ഉണ്ടാകും, ഇമ്പൾസസിന് ഓഡിറ്ററി നെർവ് ബ്രെയിനിൽ എത്തിച്ചാൽ ഹിയറിംഗ് കിട്ടും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ്. റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ സെമി സർക്കുലാർ കനാലിന്റെ ഫ്ലൂയിഡ് ആണ് മൂവ് ചെയ്യുക. പിന്നെ X എന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആണ്, X സെമി സർക്കുലർ കനാലാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മിസ്സിന്റെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെല്ലാം നിന്റെ കുട്ടികൾക്ക് ഇതിലത് ഈ ഒരു മിസ് വെച്ച സ്ക്രീൻഷോട്ട്സ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 2 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ Day 1 ചെയ്തിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് സിമ്പിൾ ആയി ഈസി ആയെന്ന് കരുതുന്നു. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 2 ATRMS ക്വസ്റ്റ്യൻസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ SSLC ബയോളജിയിലുള്ള എന്റെ മക്കളോട് ലാസ്റ്റ് ആയിട്ട് ടാറ്റ ബൈ ബൈ പറയാണ്. SSLC ബയോളജിയിൽ നമ്മൾ ഇനി കാണില്ല, നമ്മൾ ഇനി +1 കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി +1 ലൈവിൽ കാണാം. ഇതിനേക്കാളും അടിപൊളിയായിട്ട് +1 കോൺസെപ്റ്റ്സ്, ഇതിനേക്കാളും അടിപൊളി എന്ന് പറഞ്ഞാൽ +1 കുറച്ചുകൂടെ ഡെപ്തിൽ ഉണ്ടാകും. അപ്പം അത് ആ ഒരു സിമ്പിൾ ആക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇനിയും പഠിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ എക്സാമിനറിന്റെ കൂടെ പഠിക്കണം എന്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇന്ന് വൈകിട്ടുള്ള ബാച്ച് ലോഞ്ച് മിസ് ചെയ്യാതിരിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എന്റെ കുട്ടികൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഹലോ മക്കളെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പോർഷൻസിൽ നിന്നുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ചിലതൊക്കെ നമുക്ക് എന്താ പറയുക കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള രീതിക്കല്ല ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വിഷമമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോർഷൻസ് നമ്മൾ ഇതെന്തായാലും നിർബന്ധമായിട്ടും വരും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ചില പോർഷൻസ് വരാതിരുന്നപ്പോൾ അതിന്റെ കുറച്ചൊരു വിഷമം നമുക്കുണ്ട്. ഓക്കെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പോൾ എൻ്റെ കുട്ടികൾക്കും ഭയങ്കര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ. അത്ര കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലെ. അപ്പോൾ ഇതിൽ ഒന്നും നമ്മളങ്ങനെ പഠിക്കാത്ത ഭാഗം എന്നുള്ളത് പറയാനും മാത്രം ഒന്നുമില്ല അല്ലെ. എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഹോർമോൺ മെയിൻറ്റെയിൻസ് ഇത് ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് സംസാരത്തിന് കുറച്ചൊരു ഇച്ചിരി പ്രയാസം ഇപ്പോഴും ഉണ്ട്.
Okay, അപ്പോൾ which hormone maintains the dormancy of seed until favorable condition? Okay, അപ്പോൾ favorable conditions ആവുന്ന വരെ seed dormancy maintain ചെയ്യുന്ന ആരാ? ദാ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു അല്ലേ, abscisic acid maintain the seed dormancy. അത് കറക്റ്റ് ആണെന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? അപ്പോൾ ഏതാണ്? abscisic acid ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, റെഡി? ഇനി അടുത്തത്, identify the fluid indicated by the statements given below and write any two functions. Okay, അപ്പോൾ ഇവിടെ ഇത് ഏതാണ് ഫ്ലൂയിഡ് എന്നുള്ളത് ചോദിക്കുക, അതേപോലെ തന്നെ അതിന്റെ ഏതെങ്കിലും ഫംഗ്ഷൻസ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഇറ്റ് ഫിൽസ് ദ സ്പേസ് ബിറ്റ്വീൻ ദി ഇന്നർ ലെയർ ഓഫ് മെനിഞ്ചസ്. ഓക്കെ, അപ്പോൾ മെനിഞ്ചസിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് നമ്മൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ അതേപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് എപ്പൻഡൈമൽ സെൽസ് പ്ലേ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്ലൂയിഡ്. നമ്മൾ പഠിച്ചല്ലോ, ഇതായിരിക്കുന്നു എപ്പൻഡൈമൽ സെൽസ് ആണ് ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ഏതാണ് ഫ്ലൂയിഡ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, ഇതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മിസ് അതിന്റെ ഒപ്പം തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസും പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്? നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുക, ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള രീതിക്കുള്ള എന്ത് ഫംഗ്ഷൻസ് വേണമെങ്കിലും എന്റെ കുട്ടികൾക്ക് എഴുതാം കേട്ടോ. റെഡി? കുറെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ല, അതിൽ ഏതെങ്കിലുമൊക്കെ എഴുതി വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സംഭവം ഇതാണ്, അനലൈസ് ഇല്ലസ്ട്രേഷൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫിഞ്ചസ് ഇൻ ഗാലപ്പഗോസ് ഐലൻഡ്, നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡിലെ ഫിഞ്ചസ് കുരുവികള്, അതിൽ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണ് മക്കളെ? finches with the beaks that are suitable for the available food. അതായത് അവൈലബിൾ ഫുഡിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീക്കുള്ള ആൾക്കാർ, അവിടെയുള്ള ഫുഡ് ഏതാണോ ആ ഫുഡ് കഴിക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീക്കുള്ള ആൾക്കാരാണ് എന്ത് ഈ പറയുന്ന എ ഗ്രൂപ്പിലുള്ളത്. ഇനി ബി ഗ്രൂപ്പിലുള്ളത് ആരാണ് മക്കളെ? നോട്ട് സ്യൂട്ടബിൾ അല്ലെ, അവരുടെ ബീക്ക് എന്നുള്ളത് അവിടുത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് സ്യൂട്ടബിൾ അല്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ഫിഞ്ചസ് എ ആൻഡ് ബി കാറ്റഗറീസ് ഇൻ ടേംസ് ഓഫ് സർവൈവൽ? ഇതിൽ ആരാണ് മക്കളെ സർവൈവ് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ തന്നെ നമുക്ക് അറിയാം അല്ലെ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫിഞ്ചസ് ഉള്ള ആൾക്കാർ സർവൈവ് ചെയ്യും, പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യില്ല. അത് നമ്മള് ഇവിടെ ഇതിൽ നമ്മൾ പറഞ്ഞാണല്ലോ, ഇവിടെ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴായിരുന്നു? ഇന്നലത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാപ്റ്റർ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞാലേ ഇവിടെ ആൻസെസ്ട്രൽ ഫിഞ്ച് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അവരെന്താ ഓരോ സ്ഥലത്തെ അവൈലബിലിറ്റി ഓഫ് ഫുഡിനനുസരിച്ചാണ് എന്ത് ചെയ്ത് ഇതേപോലെ പല പല ബീക്കുള്ള ആൾക്കാരായിട്ട് മാറിയെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ സംഭവം എന്താണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള കഴിക്കാനുള്ള ബീക്കിനനുസരിച്ചുള്ള ഇതുണ്ടാവണം അല്ലെ. ഇപ്പൊ ഇവിടെ ഫുഡിനനുസരിച്ചുള്ള ബീക്കാണ് ഇവർക്കുള്ളത്, പക്ഷെ ഇവിടെ എന്തില്ല, ഫുഡിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബീക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാ സർവൈവ് ചെയ്യുക? എ എന്നുള്ളത് സർവൈവ് ചെയ്യും. ഓക്കെ, ഇനി ഇവരാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവരില്ലാതാകും അല്ലെ, പെരിഷ് ചെയ്താൽ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവര് ഇല്ലാതാകുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ എഴുതിയാൽ മതി. ഇനി വാട്ട് വിൽ ഹാപ്പൻസ് ടു ദ പോപ്പുലേഷൻ ഓഫ് ഫിഞ്ചസ് ദാറ്റ് സർവൈവ്? ഇവര് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക മക്കളെ? അത് നമ്മളിത് അവിടെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഫിറ്റസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കും, അത്രേ ഉള്ളൂ അല്ലേ. അത് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പോപ്പുലേഷൻ ഓഫ് ഫിഞ്ചസ് വിത്ത് സ്യൂട്ടബിൾ ബീക്സ് അല്ലെ, അവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതല. കാരണം എന്താ? അവിടെ ഫുഡ് അവർക്കാണ് അവിടെ അവൈലബിൾ ഉള്ള ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് അവർക്കാണ് അല്ലെ, അവർക്കാണ് ആ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബീക്കുള്ള കുരുവകളുടെ എണ്ണം കൂടും അല്ലെ. അപ്പൊ അവര് സർവൈവ് ചെയ്യും, അവരിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ എണ്ണം കൂടുന്നു. അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നു എന്ന് എഴുതാം, അങ്ങനെയായാലും എന്റെ കുട്ടികൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അവരുടെ എണ്ണം നന്നായിട്ട് കൂടുന്നു എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അടുത്തത്, ഹൗ ക്യാൻ ദീസ് ചേഞ്ചസ് ഇൻ ദ സർവൈവൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ഓഫ് ഫിഞ്ചസ്? എങ്ങനെയാണ് മക്കൾ ഇത് പുതിയ സ്പീഷീസ് ഓഫ് ഫിഞ്ചസിന്റെ ഇതിലേക്ക് മാറിയിട്ടുള്ളത്? നമ്മൾ സ്പീസിയേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അല്ലേ, ആ ഒരു രീതിക്ക് എഴുതിയാലും മതി. ഓക്കെ, ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതി, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല, പക്ഷെ ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇവരിങ്ങനെ അടുത്തടുത്ത തലമുറകൾ ഇങ്ങനെ വരുന്തോറും എന്താ സംഭവിക്കുക? ഈ ഫേവറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സ്, അതായത് ഇവരുടെ ഈ ബീക്കിന്റെ ഈ ഒരു ഷേപ്പ് എന്ത് ചെയ്യുന്നു? അത് കോമൺ ആയിട്ട് വരും അല്ലെ. അതായത് അടുത്തടുത്ത തലമുറകളിലേക്ക് അതിങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പൊ ഗ്രാജുവലി ഈ ഫിഞ്ചസ് എന്ത് ചെയ്യുന്നു? അവരുടെ ഒറിജിനൽ ഫിഞ്ച്, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഫിഞ്ചസിൽ നിന്നും അതെന്ത് ചെയ്യുന്നു? വ്യത്യാസം വരും. നമ്മൾ സ്പീസിയേഷനിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ഈ വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ വേരിയേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ ആദ്യം ഉണ്ടായിരുന്ന ഗ്രൂപ്പുമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് കാണിക്കും. അപ്പൊ അതെന്തായിട്ട് മാറി? പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഓക്കെ, റെഡി? അത്രയാണ് അവിടെ പുതിയൊരു സ്പീഷീസ് അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിക്ക് എന്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി. ഇനി അടുത്തത്, ഒബ്സർവ് ദി ഗിവൺ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഓഫ് എ പേഴ്സൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് FBS 90 mg/dL ആണ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ. ഈസ് ദ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ നോർമൽ? അത് നോർമൽ ആണോ മക്കളെ? നമുക്കറിയാലോ FBS എന്ന് പറയുന്നത് എന്താണ്? FBS ലെവൽ എന്നുള്ള നമ്മൾ പഠിച്ചതാണ് 70 to 100 milligram per deciliter ആവണം അല്ലെ? എന്നാലല്ലേ കറക്റ്റ് നോർമൽ ലെവൽ എന്ന് പറയുന്നത് 70 to 100ന്റെ ഇടയിൽ വരണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? 90 ആണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ, നോർമൽ ആണെന്ന് നമുക്ക് പറയാം. ഇനി HbA1c ടെസ്റ്റ്, അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, അതായത് എന്താണ്? 3 മാസം നമ്മൾ കൂടുമ്പോൾ നടത്തുന്ന ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ HbA1c ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ലെസ് ദാൻ 5.7 ആവണം അല്ലെ മക്കളെ. 5.7 കുറവാണെങ്കിലാണ് എന്ത് നമ്മുടെ നോർമൽ ലെവൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയാം. പക്ഷെ ഇവിടെ എത്രയാണ് മക്കളെ കൊടുത്തിട്ടുള്ളത്? 6.7 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ആണോ? അല്ല. കാരണം എന്താ ചോദിച്ചെന്ന് പറയാ, ഇവിടെ HbA1c ടെസ്റ്റ് എന്നുള്ളത് ബിലോ 5.7 ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, റെഡി. അടുത്തത്, സജസ്റ്റ് എനി 2 ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ദാറ്റ് പീപ്പിൾ ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇതെന്റെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതിക്കൂടെ? എക്സസൈസ് ചെയ്യുക അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, റെഡി. അതിൽ തന്നെ എന്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിക്കോളൂ കേട്ടോ. അടുത്തത്, അനലൈസിന് സംസാരിക്കാൻ നല്ല പ്രയാസം കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, റെഡി. അനലൈസ് ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സിൽ നിന്ന് സിഗ്നൽ വരുന്നത് നേരെ ഫ്ലവറിങ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരാണ് മക്കളെ സിഗ്നൽ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫൈറ്റോക്രോം ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ടു ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം അല്ലെ. ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം സിഗ്നൽ കൊടുക്കുന്ന ആരാണ്? ഫൈറ്റോക്രോം ആണ് എന്ന രീതിക്ക് എഴുതിയാൽ മതി. ഓക്കെ, റെഡി. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എക്സ് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. ആരായിരുന്നു? നമ്മുടെ ഫൈറ്റോക്രോം. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ദിസ് പിഗ്മെന്റ്? ഈ പിഗ്മെന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് മക്കളെ? നമ്മുടെ ഷൂട്ട് എപ്പിക്കൽ മെറിസത്തിലുള്ള എന്താ പറയുക, തളിരിലകൾ അല്ലെ. അപ്പൊ ഒരു എന്താ പറയുക, ഏറ്റവും ഷൂട്ടിന്റെ ടിപ്പിലുള്ള ലീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പിഗ്മെന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ ഡസ് ദ എക്സ് ഇൻഡ്യൂസ് ഫ്ലവറിംഗ്? എങ്ങനെയാണ് മക്കളെ? അത് നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാത്രി മാരത്തോണില്. അല്ലെങ്കിൽ നമുക്ക് എന്തും കൂടി പറയാം, എക്സ് എങ്ങനെയാണ്, ഈ ഫൈറ്റോക്രോം എങ്ങനെയാണ് മക്കളെ ഫ്ലവറിംഗ് ഉണ്ടാക്കുന്നത്? അതായത് ഈ ഫൈറ്റോക്രോം എന്ത് ചെയ്യുന്നു? ലെങ്ത് ഓഫ് ഡേയിനായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുക, അവർക്ക് ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പെർസീവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവർക്ക് ഇങ്ങനെ ലൈറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? നേരെ സിഗ്നൽ കൊടുക്കും. ആർക്ക്? ഷൂട്ട് എപ്പിക്കൽ മെറിസത്തിന് സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലവറിംഗ് ഉണ്ടാവുന്നത്. കാരണം ഈ ഷൂട്ട് എപ്പിക്കൽ മെറിസത്തിന് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ ഫ്ലവറിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ജീൻസ് ഒക്കെ ആക്ടിവേറ്റ് ആകും, സ്റ്റിമുലേറ്റ് ആകും. അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, പൂക്കൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതിക്ക് എന്റെ കുട്ടികൾ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. When we feel fear or tension, the heartbeat increase and digestion slow down without our control. Name the division of autonomic nervous system that control the action. ഏതാണ് മക്കളെ ഡിവിഷൻ എന്ന് പറയുന്നത്? നമ്മള് പേടിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു, ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുന്നു. അത് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം 2 തരത്തിലില്ലേ? ഇപ്പൊ പേടി വരുന്ന സമയത്ത് ഏതാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് പേടി വരുന്ന സമയത്ത് ഉണ്ടാവുക. ഇനി റൈറ്റ് 2 other actions controlled by this nervous system during such situations. നമ്മൾ പേടി വരുന്ന സമയത്ത് വേറെ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതും നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്തൊക്കെയാണ് മക്കളെ? ഇത് നമ്മൾ ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ മോർണിംഗ് ബൂസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? പ്യൂപ്പിൾ ഡയലേറ്റ് എന്ന് എഴുതാം, ഉമിനീരിന്റെ സലൈവ കുറയുന്നു എന്ന് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ കുട്ടികൾ എഴുതാം. ഓക്കെ, ഇതിൽ ഏത് ഫീച്ചർ വേണമെങ്കിലും എഴുതാം കേട്ടോ. റെഡി. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇനി അടുത്തത് ഇത് മിസ് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മളത് മിസ് രാവിലെ എന്റെ കുട്ടികൾക്ക് പോകുന്നതിന് മുന്നേ മോർണിംഗ് ബൂസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോയത് അല്ലെ. അപ്പൊ ഐഡന്റിഫൈ ഇത് കെമിക്കൽ ലേബിൾഡ് എക്സ്. ഇവിടെ ഏതാണ് മക്കളെ? ഏത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏത് കെമിക്കൽ ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്? ഏതാണ്? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. മെൻഷൻ ദെയർ റോൾ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ടു ഓൺലി വൺ ഡയറക്ഷൻ. അതായത് ഈ അവരുടെ റോൾ എന്താണ്? അതായത് ഒരു ഡയറക്ഷൻ. ഇത് എന്റെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് എഴുതാമെന്നുള്ള. ഇവിടെ എപ്പോഴും എന്താണ്? ഒരു ഡയറക്ഷനിലല്ലേ ഈ പറയുന്ന ഇമ്പൾസ് നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിക്ക് എഴുതിയാലും എന്റെ കുട്ടികൾക്ക് അവിടെ മാർക്ക് കിട്ടും, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ മെൻഷൻ ദെയർ റോൾ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഈ പറയുന്ന ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ഇവരുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇവരെന്താ ചെയ്യാന്നുള്ള അവിടെ കൂടെ എഴുതിച്ചാൽ മതി അല്ലെ. അതായത് they ensure the nerve impulse pass only in one direction. ഒരു ഡയറക്ഷനിലേക്കാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാന്നുള്ളതാണ് ആരുടെ പണി? ഈ പറയുന്ന നെർവ് ഇമ്പൾസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ആക്സോൺ ടെർമിനലിൽ നിന്ന് റിലീസ് ചെയ്യുന്നു അല്ലെ. ഒരു ന്യൂറോന്റെ ആക്സോണിന്റെ അറ്റം അല്ലെ, അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് പറയാ. ദെൻ അതിനെ റിസീവ് ചെയ്യുന്നതായിരിക്കും ഡെൻഡ്രൈറ്റ് ഓഫ് ദ നെക്സ്റ്റ് ന്യൂറോൺ അല്ലെ. അപ്പൊ പ്രിവെന്റിങ് ദ ബാക്ക് ഫ്ലോ. അവിടെ പിന്നീട് തിരിച്ചങ്ങോട്ട് പോവില്ല. അപ്പൊ ഇത് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ കുട്ടികളോട് എഴുതിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് തരും കേട്ടോ.
ഓക്കെ. അപ്പോൾ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ പറയുന്ന സിനാപ്റ്റിക് നോബിൽ നിന്നും എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അതിനെ സ്വീകരിക്കാനായിട്ട് ഡെൻഡ്രൈറ്റ് ഉണ്ട്. ഡെൻഡ്രൈറ്റിന്റെ അവിടെയുള്ള റിസപ്റ്റേഴ്സ് അതിനെ സ്വീകരിക്കുന്നു എന്നുള്ള രീതിക്ക് എഴുതി കഴിഞ്ഞാലും അവിടെ ഒരു കുട്ടികൾക്ക് മാർക്ക് കിട്ടും. റെഡി, സെറ്റ് ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നമ്മൾ എന്താ പറയുക തീരെ അറിയാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എക്സാം എൻ്റെ കുട്ടികൾക്ക് നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് സാധിച്ചു എന്നാണ് തോന്നുന്നത്. ഓക്കെ. പിന്നെ ചിലതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതി കറക്റ്റ് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും എന്നാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നമ്മള് വിചാരിച്ച ചില ഭാഗങ്ങൾ ഇപ്പൊ ബ്രെയിനിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു ചെറിയൊരു വിഷമം അല്ലേ. എന്തായാലും കുഴപ്പമില്ല. എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ചെയ്യാൻ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.